വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് വട എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. പരിപ്പ് വട ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് തുവരപ്പരിപ്പാണ്. ഇതിന് മുമ്പ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പീസ് പരിപ്പൊക്കെ വെച്ചിട്ടുണ്ടാക്കി. ഇന്ന് കാണിക്കാൻ പോകുന്നത് തുവരപ്പരിപ്പിലാണ്. തുവരപ്പരിപ്പ് ഞാൻ 300 ഗ്രാം എടുത്തേക്കുന്നത്, 1.5 കപ്പ്. ഇത് ചൂടുവെള്ളം, ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്യുക. അപ്പോൾ ചെറിയ ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ ലൂക്കോം അല്ല, അതിനേക്കാളും കുറച്ചുകൂടെ ചൂട്. നമ്മൾ കൈ തൊട്ട് കഴിഞ്ഞാൽ ചെറിയ ചൂട് ഫീൽ ചെയ്യണം. ആ രീതിയിലുള്ള ചൂടുവെള്ളം ഒഴിച്ച് 1 മണിക്കൂർ കുതിർക്കുക. അതിനുശേഷം വെള്ളം കളയുക. അപ്പോൾ ഞാൻ ഇത് വെള്ളം കളഞ്ഞെടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നല്ല വെള്ളം എല്ലാം കളഞ്ഞു വെച്ചു. ഇനി നമുക്കിത് ചതച്ചെടുക്കണം. ഞാൻ മിക്സിയുടെ ചെറിയ ജാറ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത് ചതയ്ക്കാനായിട്ട്. അപ്പോൾ കുറേശ്ശെ ഒന്ന് ചതച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ മതിയാവും. കുറച്ചൊക്കെ ചതഞ്ഞിട്ടുണ്ട്, കുറച്ച് ചതയാതെയും കിടപ്പുണ്ട്. ഈ ഒരു പരുവ വേണ്ടേ. ഈ ഒരു ബോളിലേക്ക് ഇടാം. 1-2 ടേബിൾ സ്പൂൺ ദാലായിട്ട് തന്നെ ഫുള്ളായിട്ട് തന്നെ ഇടാം. ഇതേപോലെ ബാക്കിയുള്ള പരിപ്പെല്ലാം ചതച്ചെടുക്കാം. അപ്പോൾ ചതയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഒരുപാട് അരഞ്ഞു പോകരുത്. അപ്പോൾ നമുക്ക് അത് നല്ല ക്രിസ്പിനെസ് കിട്ടത്തില്ല. ഇതേപോലെ ചെറിയ ചെറിയ പീസുകൾ കിടക്കണം. ആ രീതിയിൽ ചതച്ചെടുക്കുക. 2 പൾസ് കൊടുത്താൽ മതിയാവും. ചതയ്ക്കാൻ പോകുന്നത് ലാസ്റ്റ് ബാച്ചാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ചുവന്നുള്ളി എല്ലാം കൂടെ ഈ കൂടെ ഇടാം. ഇതിലേക്ക് പച്ചമുളക് എരിവ് കണക്കാക്കി ഇടാം. ഞാനൊരു 4 പച്ചമുളക് ഇടുകയാണ്. ഒരു 8 ചുവന്നുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതേപോലെ വെളുത്തുള്ളി 2 എണ്ണം. ഇതിലേക്ക് ഉണക്കമുളക്, ഒരു 2 ഉണക്കമുളകും ഒന്ന് ക്രഷ് ചെയ്തിട്ടിടും. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇത് നമ്മളിതുപോലെ 2 പൾസേ കൊടുത്തുള്ളൂ. നമ്മൾ ഉടനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് ഉടനെ ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഒരിക്കലും ഉപ്പ് ചേർക്കില്ല, കാരണം ഇതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ആ സമയത്ത് ഉപ്പ് ചേർത്താൽ മതിയാവും. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പൂടെ ചേർക്കാം. അടുത്തായിട്ട് നമുക്ക് വട ഉണ്ടാക്കാനായിട്ട് കുറച്ച് എണ്ണ ചൂടാക്കാം. ഞാൻ കോക്കനട്ട് ഓയിലാണ് പ്രിഫർ ചെയ്യുന്നത്. കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ നമുക്കിത് ഫ്രൈ ചെയ്യാം. നമുക്ക് വട ഷേപ്പ് ചെയ്തെടുക്കാം. ഇതേപോലെ ഒരു വലിയ നാരങ്ങ വലുപ്പത്തിലെടുത്തു. എന്നിട്ട് പ്രസ് ചെയ്യുക. വല്ലാണ്ട് പൊടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ അരച്ചേക്കുന്നത് ആവശ്യത്തിന് അരിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ മിക്സിയിലിട്ട് ഒന്നുകൂടെ ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ഇതേപോലെ ബാക്കിയെല്ലാം ഷേപ്പ് ചെയ്തെടുക്കുക. ഇപ്പം എണ്ണ ചൂടായി, നമ്മൾ പരത്തി വെച്ചേക്കുന്നത് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത ശേഷം ഒന്ന് ടേൺ ചെയ്യുക. 2 സൈഡും ഒന്ന് ബ്രൗൺ ആയി കഴിയുമ്പോൾ തീ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക. 2 സൈഡും ഗോൾഡൻ ബ്രൗൺ ആയി ഇനി എടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള വടയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്ന ഒരു 17 നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ്. ഇതിൻ്റെ ടെക്സ്ചർ കണ്ട, പുറം നല്ല ക്രിസ്പാണ്, അതേപോലെ അകം ഒരു സോഫ്റ്റ് ടെക്സ്ചറാണ്. അപ്പം ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ ഫോളോ ചെയ്ത് നമ്മൾ ചെയ്യുവാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള വട ഉണ്ടാക്കാം. ആ 1 മണിക്കൂർ ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കുക. കൂടാതെ നമ്മൾ പരത്തുമ്പോൾ നമ്മൾ ഇച്ചിരി ഫ്ലാറ്റായിട്ട് പരത്തും. ഒത്തിരി വണ്ണത്തിൽ പരത്താതെ ഇച്ചിരി ഫ്ലാറ്റായിട്ട് പരത്തിയാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള വട ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുക. ഞങ്ങൾ സെർവ് ചെയ്തൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ വടയുടെ ഒപ്പം പാളയംകോടൻ പഴം അല്ലെങ്കിൽ നാലിപ്പൂവൻ പഴത്തിൻ്റെ ഒപ്പമാണ് എപ്പോഴും വട സെർവ് ചെയ്യാറ്. അങ്ങനെ ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ചായയുടെ ഒപ്പമോ കാപ്പിയുടെ ഒപ്പമോ ഒക്കെ വേണമെങ്കിലും സെർവ് ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.